ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് എങ്ങനെ, അതായത് നമുക്കൊരു ഇൻവെർട്ടറിൻ്റെ കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബാറ്ററി കാര്യങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി എന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മൈനസ് ടെർമിനൽ, അതായത് നമ്മൾ ഈ ബാറ്ററി നോക്കുക, മൈനസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ. മൈനസ് എന്ന് മാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഇൻവെർട്ടറിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്ന മൈനസ് എന്നായിട്ട് കൊടുത്തിരിക്കുന്ന മൈനസ് ബ്ലാക്ക് വയറാണ് കോമൺ ആയിട്ട് വരുന്നത്. ബ്ലാക്ക് വയർ കണ്ടോ, ആ മൈനസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അതേ പൊസിഷനിൽ ഇൻവെർട്ടറിൻ്റെ ബ്ലാക്ക് വയർ കണക്ട് ചെയ്യണം. ബ്ലാക്ക് വയർ നെഗറ്റീവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ജെല്ലി, അതുപോലെ പെട്രോളിയം ജെല്ലി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചില ബാറ്ററി ഇപ്പോൾ ഓൾറെഡി ഇട്ട് വരുന്നുണ്ടാവും ആ ടെർമിനലിൽ. അപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ ടെർമിനലിൽ ഓൾറെഡി ജെല്ലി പോലെയുള്ള മെറ്റീരിയൽസ് ഓൾറെഡി ചില ബാറ്ററികളിൽ ടൈറ്റ് ചെയ്ത് ഇട്ട് വരാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാവ് പിടിക്കാതിരിക്കുന്നതിന്, ടെർമിനൽ ലെഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്ലാവ് പിടിക്കാതിരിക്കുന്നതിന്, ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട്സ് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ബാറ്ററി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചാർജിങ് കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യണം. പിന്നെ അടുത്ത് പ്ലസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ജസ്റ്റ് നമ്മൾ ആദ്യമേ കൊടുക്കുന്ന സമയത്ത് ഒരു സ്പാർക്കിംഗ് ഉണ്ടാവും. പേടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒറ്റ ആ സ്പാർക്ക്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പ്ലസ് വയർ കണ്ടോ, പ്ലസ് വയർ എന്ന് ഉദ്ദേശിച്ച ബാറ്ററിയുടെ പ്ലസ് വയറിൽ നമ്മൾ ഈ പറയുന്ന ഇൻവെർട്ടറിൻ്റെ പ്ലസ് ചുവപ്പ് വയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ബാറ്ററിയുടെ ടെർമിനലിൽ ചുവപ്പ് വയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു സ്പാർക്കിംഗ് ഉണ്ടാവും. ആ സ്പാർക്കിംഗ് ജസ്റ്റ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇതിലും ഓൾറെഡി പെട്രോളിയം ജെല്ലി ഇപ്പോൾ ഈ ടെർമിനലിൽ ഓൾറെഡി ഇട്ടിട്ടാണ് കമ്പനി തന്നിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും ഷോപ്പുകളിൽ നിന്നും പെട്രോളിയം ജെല്ലി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അത് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നല്ല രീതിയിൽ ടൈറ്റഡ് അല്ലെങ്കിൽ ബാറ്ററിയുടെ ആ പൊസിഷനിൽ ഇരുന്ന പോയിന്റ് ഇരുന്ന് ആർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെർമിനൽ ചിലപ്പോൾ കത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് കണക്ഷൻ കിട്ടാതെ വരുന്ന സമയത്ത് ചാർജിങ് കറക്റ്റ് ആവില്ല, ബാറ്ററിയുടെ ലൈഫിനെ തന്നെ ബാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ബാറ്ററിയുടെ വോൾട്ടേജ് ഞാൻ കാണിച്ചത് 12.5 വോൾട്ടാണ്. പുതിയ ബാറ്ററിയാണ്, പുത്തൻ ബാറ്ററി. ആ ബാറ്ററിയാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ കാണിച്ചു. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, അതായത് നമ്മൾ ഈ പറയുന്ന നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ടെർമിനൽ നമ്മൾ ഓവർ വെയിറ്റ് കൊടുത്ത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസും കാര്യങ്ങളും കൂടുതലാണ് ലെഡ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്പാനർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഓവറായിട്ട് ടൈറ്റിങ് കാര്യങ്ങൾ, ഓവർ ടൈറ്റിങ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഡ് അതിൻ്റെ ടെർമിനൽ സാധാരണ സമയത്ത് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് ഒടിഞ്ഞു പോകാനുള്ള രീതി കാണാറുണ്ട്. അതും ഒഴിവാക്കുക. ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ കാണുന്ന പ്ലസ് മൈനസ് എന്ന് പറയുന്ന ആ പൊസിഷൻ കാണിച്ചു. അതിൻ്റെ പ്ലസ് വയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി എന്ന് പറയുന്ന പ്ലസ് വയർ നേരെ വരുന്നത് പ്ലസ് എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കൊടുത്തു. മൈനസ് എന്ന് പറയുന്ന ടെർമിനൽ ബ്ലാക്കാണ് വരുന്നത്, അത് മൈനസ് ടെർമിനലിലേക്ക് കൊടുത്തു. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ഇനി അതിന് ശേഷം ഇൻവെർട്ടർ നമ്മളൊന്ന് കണ്ടോ 12.5 വോൾട്ടാണ് ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ഓഫാണ്. ഇൻവെർട്ടർ ഓഫ് ആണെങ്കിലും ബാറ്ററി വോൾട്ടേജ് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററിയുടെ കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും അതിൻ്റെ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്നും ജെല്ലി കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും അത് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ചാനൽ. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.